ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താറായിട്ടില്ല. 8500 വോട്ടുകൾ അൻവർ വീണ്ടും മാധ്യമങ്ങൾ പ്രശ്നമുണ്ടോ? അങ്ങനെ വല്ല വന്നോ? വാർത്ത വല്ല വന്നോ? ഇതിനെന്താ കുഴപ്പം? അല്ല, അതൊക്കെ ഇനിയും തീരുമാനിക്കാനുള്ള 1 വർഷം സമയമുണ്ടല്ലോ തെരഞ്ഞെടുപ്പിന്. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് ചുരുക്കി 6 മാസമാക്കി അല്ലേ? ആകെ ഇനി 6 മാസമാണ് തെരഞ്ഞെടുപ്പ്. എല്ലാ വാർത്തയും കൊടുക്കുക. അടുത്ത മെയ് 19 വരെ 1 വർഷം ഇനിയുണ്ട്. അറിയാം നിങ്ങൾക്ക്? നിങ്ങൾ എന്ത് ചെയ്ത് എല്ലാവരും കൂടെ 6 മാസമാക്കി. ഈ നിയമസഭ ഇനി 1 വർഷമുണ്ട്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഞാനിതൊക്കെ കാണുന്നും കേൾക്കുന്നുണ്ട്. 6 മാസത്തേക്കാണ് ഈ തെരഞ്ഞെടുപ്പ്. എന്താ 6 മാസം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് 5 മാസമുണ്ട്. ഇതൊക്കെ വസ്തുതയല്ലേ? എന്തെല്ലാം വസ്തുതകൾ മൂടി വെച്ച് നിങ്ങൾ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നു. ഒരാളെന്തെങ്കിലും പറഞ്ഞ അതിന്റെ പിന്നാലെ അടുത്ത ആള് പറഞ്ഞു. ഒന്ന് പരിശോധിക്കണ്ടേ? 1 വർഷം ഇനി തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയത്തില്? ഞാൻ പോകുമ്പോൾ എഴുതി തരാം. വിശ്വാസത്തിൽ വീണ്ടും അൻവർ മാധ്യമങ്ങളെ കാണുകയാണ്. ഏതായാലും 9000 കടന്നുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ ലീഡ് നില. നിലമ്പൂർ പിടിച്ചിരിക്കുന്നു. നിലമ്പൂർ ഇനി UDFന്റെ കോട്ട. നിലമ്പൂർ നഗരസഭയും അല്ലേ? അതെ, അതിശക്തമായ ജനവികാരത്തിന്റെ കുത്തൊഴുക്കാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇനിയും പിണറായി വിജയൻ അധികാരത്തിൽ തുടരാൻ ധാർമ്മികമായ അവകാശമില്ലാതായിരിക്കുന്നു. ഇടതുമുന്നണി ഗവൺമെന്റ് കേവലം ഒരു കാവൽ മന്ത്രിസഭയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ജനങ്ങൾ ഈ ഗവൺമെന്റിനെ പരിപൂർണമായി തിരസ്കരിച്ചിരിക്കുകയാണ്. ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന തെരഞ്ഞെടുപ്പാണ്. ഇത് സെമി ഫൈനലായിരുന്നു. ഈ സെമി ഫൈനലിൽ UDF വിജയിച്ചു. ഫൈനലിലേക്ക് ഞങ്ങൾ വിജയത്തിലേക്ക് ഫൈനലിൽ കുതിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും UDFന്റെയും മുഴുവൻ പ്രവർത്തകന്മാർക്ക് ഞാൻ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഒരു മനസ്സോടെ പ്രവർത്തിച്ചതിന്റെ വിജയമാണ് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിജയം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും വിജയമാണ്. ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ BJP ഒരു എടുക്കാച്ചരക്കാണ് എന്ന് കൂടി ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. BJPക്ക് ഒരു സ്ഥാനവും കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അൻവർ പിടിച്ച വോട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 25,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന്റെ അന്തരീക്ഷമുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. അൻവറിന് ലഭിച്ച വോട്ടും ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഈ ഗവൺമെന്റ് എത്രമാത്രം അൺപോപ്പുലർ ആണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ അൻവറിന് മുമ്പിൽ വാതിൽ തുറക്കുന്നു. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ UDF കൂടി തീരുമാനിക്കേണ്ടതാണ്. ഞാൻ അൻവറെ കൂടെ കൂട്ടാൻ വേണ്ടി എല്ലാ ശ്രമവും നടത്തിയ ഒരാളാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടിയും ഞാനും അതിനുവേണ്ടി അവസാനം വരെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമായി അവരുമായി സംസാരിച്ച് അതിന്റെ ശ്രമം നടത്തിയ ആളാണ്. കാരണം UDF എല്ലാ കാലത്തും CPM-നെതിരെ നിലപാട് സ്വീകരിച്ചവരെ കൂടെ കൂട്ടിയിട്ടുണ്ട്. പക്ഷെ അത് നടന്നില്ല. അത് നടക്കാതെ പോയി. മറ്റുള്ള കാര്യങ്ങൾ ഇനി UDF കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ന് ഈ ഗവൺമെന്റിനെതിരെ ചിന്തിക്കുന്ന മുഴുവൻ ആളുകളെയും കൂടെ നിർത്തണമെന്നുള്ളതാണ് എല്ലാ കാലത്തെയും UDFന്റെ നയം. അപ്പൊ ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിച്ചത്. ഏതായാലും ഇനിയുള്ള കാര്യങ്ങൾ UDF നേതൃത്വം കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒറ്റയ്ക്ക് പറയേണ്ട ഒരു കാര്യമല്ല. അൻവറിനെ തിരിച്ചു മുന്നണിയിൽ എടുക്കണമെന്നുള്ള ആഗ്രഹം അല്ല, അതെല്ലാം ഇനിയിപ്പോ UDF കൂടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട ഒരു കാര്യമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ അഭിപ്രായം അതായിരുന്നു. അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഞാനും കുഞ്ഞാലിക്കുട്ടിയുമാണ് ഏറ്റവും അവസാനം വരെ അതിനുവേണ്ടി ശ്രമിച്ചത്. നടക്കാതെ പോയി. നടന്നിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായേനെ, സംശയമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ 25,000-ന്റെ വോട്ടിലേക്ക് ഭൂരിപക്ഷം വർദ്ധിക്കുമായിരുന്നു, സംശയമില്ല. പക്ഷെ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട ഒരു കാര്യമല്ല, UDF കൂടി ആലോചിച്ച് പറയേണ്ട കാര്യമാണ്. അൻവർ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞ 25,000 ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എന്ന് കോൺഗ്രസ്
നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറയുന്നു, ഭരണവിരുദ്ധ വികാരം അതിൽ അൻവർ പിടിച്ച വോട്ട് കൂടിയുണ്ട്. താനും കുഞ്ഞാലിക്കുട്ടിയും അവസാനം വരെ ശ്രമിച്ചിരുന്നു, അത് നിങ്ങൾക്കറിയാവുന്നതല്ലേ എന്ന് പോലും മാധ്യമങ്ങളോട് ചോദിക്കുന്നു.